നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ കേരളം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് പിണറായി വിജയൻ ഭരിക്കുന്ന ഏതോ അധോലോക സംസ്ഥാനമാണ്. ആഫ്രിക്കയിലെ ചില ലോകരാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ നിയമപാലകർ ബലാത്സംഗം ചെയ്യുന്നതും കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതുമൊക്കെ അത്ഭുതത്തോടെ നമ്മൾ കേട്ടിരിക്കും. എന്നാൽ ഈ കൊച്ചു കേരളത്തിൽ ഒരുപക്ഷെ ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത ഒരു കൊടിയ സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി എത്രമാത്രം ദുർബലനാണ് എന്ന് ഈ ഒരൊറ്റ സംഭവം മാത്രം മതി നമുക്ക് ബോധ്യപ്പെടാൻ. അൻവർ പൊട്ടിച്ച വെടി ഇപ്പോൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടിരിക്കുന്നു. സുജിത് ദാസ് എന്ന പിടിവള്ളിയിലൂടെയാണ് ആദ്യം അജിത് കുമാറിനെതിരെ അൻവർ തന്റെ വെടി പൊട്ടിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി അൻവറുമായുള്ള സംഭാഷണത്തിൽ സുജിത് ദാസ് വീണു. സുജിത് ദാസ് എന്ന അധോലോക നായകൻ മൂക്കടിച്ച് നിലത്ത് വീണപ്പോൾ അയാൾക്കെതിരെ പരാതിയുമായി കേരളത്തിൽ ഇപ്പോൾ നിരവധി പേർ മുന്നോട്ട് വരുന്നു. അതിൽ ഭയാനകമായ ഒരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ടർ ചാനൽ ബിഗ് ബ്രേക്കിങ്ങിലൂടെ പുറത്തുവിട്ടത്. പോലീസിലെ ഉന്നതർക്കെതിരെ ബലാത്സംഗ പരാതിയുമായി ഒരു യുവതി. ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്കെതിരെ ബലാത്സംഗ പരാതി എന്നത് മാത്രമല്ല ഈ സംഭവത്തിൻ്റെ പ്രത്യേകത. ഒരു യുവതി പരാതിയുമായി CIയെ സമീപിക്കുന്നു. CI ആദ്യം ആ യുവതിയുടെ വീട്ടിലെത്തി അവരെ ബലാത്സംഗം ചെയ്യുന്നു. ഈ ബലാത്സംഗത്തിൻ്റെ പരാതി പറയാൻ DYSPയെ സമീപിക്കുന്നു യുവതി. DYSPയും യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു. തുടർന്ന് ഈ രണ്ട് കൊടിയ ക്രൂരതകൾ പരാതിയായി പറയാൻ SP സുജിത് ദാസിൻ്റെ അടുക്കലെത്തിയ യുവതി, ആ യുവതിയെ 2 വട്ടമാണ് ലൈംഗിക ചൂഷണത്തിന് സുജിത് ദാസ് വിധേയമാക്കിയത്. ആ യുവതി ഇനി ആരോട് പരാതി പറയും? സുജിത് ദാസിന് മുകളിലുള്ളത് ADGPയെ പോലെയുള്ള താരങ്ങളാണ്. അവർക്ക് മുന്നിലെത്തിയാൽ നേരത്തെ DYSP ബെന്നി പറഞ്ഞതുപോലെയുള്ള ഡയലോഗുകൾ ആ യുവതി കേൾക്കേണ്ടി വരുമോ? അതിലുമപ്പുറം ഏറ്റവും മുകളിൽ ഈ കൊള്ളസംഘത്തിൻ്റെ തലവനായിരിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. ആ ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ കേരളത്തിലെ സാധാരണക്കാർക്ക് കഴിയില്ല. പണ്ട് ഉമ്മൻചാണ്ടി എന്ന ഒരു ജനകീയ നേതാവ് കേരളത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടന്നു ചെല്ലാൻ കേരളത്തിലെ ഏത് സാധാരണക്കാർക്കും കഴിയും. അദ്ദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ചെന്ന് തങ്ങളുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ദുരവസ്ഥകളുമൊക്കെ അവതരിപ്പിക്കാൻ കഴിയും. സത്യസന്ധമായി അദ്ദേഹം ഇടപെടും. ഇവിടെ കാര്യങ്ങൾ നേർവിപരീതമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നടക്കുന്ന കൊടിയ ക്രൂരതകൾ പലതും നമ്മൾ തിരിച്ചറിയുന്നില്ല. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ മുൻ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ ലൈംഗിക ചൂഷണം ചെയ്തുവെന്ന ഒരു യുവതിയുടെ ആരോപണം എന്ന് മാത്രം പറഞ്ഞ് ഒതുക്കുക വയ്യ. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരാതിയുമായി ചെല്ലുന്ന ഒരു യുവതിയെ പരസ്പരം കൈമാറുന്ന കാഴ്ച. പരാതിയുമായി യുവതി DYSPയുടെ മുന്നിലെത്തിയപ്പോൾ ഇത് തേഞ്ഞു പോകുന്ന സാധനമല്ലല്ലോ എന്ന കമന്റ്. 2022 മലപ്പുറത്തായിരുന്നു സംഭവം നടന്നത്. വസ്തു സംബന്ധമായ പ്രശ്നം പരിഹരിക്കാൻ ഒരു പരാതിയുമായി യുവതി CI വിനോദിനെ സമീപിക്കുന്നു. അന്ന് പൊന്നാനി CI വിനോദാണ്. എന്നാൽ CI വിനോദ് തന്നെ വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇപ്പോൾ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ പരാതിയുമായി തിരൂർ DYSP ബെന്നിയുടെ അടുക്കൽ യുവതി എത്തി. ബെന്നിയും ഇതേപോലെ തന്നെ യുവതിയുടെ വീട്ടിലെത്തി അവരെ പീഡിപ്പിച്ചു. ആദ്യം CI, പിന്നീട് DYSP. ഗത്യന്തരമില്ലാതെ യുവതി പരാതിയുമായി എത്തിയത് SP സുജിത് ദാസിന്റെ മുന്നിൽ. അതാണ് ഏറ്റവും വലിയ അധോലോക നായകന്റെ കഥ. കേരളത്തിൽ നടക്കുന്ന പല സ്വർണ്ണക്കടത്തിന് പിന്നിലും സ്വർണ്ണക്കള്ളക്കടത്തും പൊട്ടിക്കൽ സംഭവങ്ങൾക്ക് പിന്നിലും സുജിത് ദാസും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരും പ്രവർത്തിക്കുന്നുവെന്ന അൻവറിൻ്റെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ക്രൂരമായ ബലാത്സംഗ വാർത്തയും കേരളം കേൾക്കുന്നത്. കണ്ണീരോടെ യുവതി ഇപ്പോൾ ചാനലുകളോട് പറയുന്നത് ഇങ്ങനെ: ഞാൻ വിനോദ് സാറിൻ്റെ അടുക്കൽ പരാതിയുമായി പോയി. വീടിൻ്റെ അവകാശത്തിൻ്റെ കാര്യത്തിനാണ് പോയത്. ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് സാർ പറഞ്ഞു. ഞാനും വീട്ടിലുള്ള പെണ്ണും തിണ്ണയിൽ കിടക്കുന്നു. രാത്രി കതകിൽ മുട്ടി CI വിനോദ് കടന്നു വന്നപ്പോൾ ഇതാരാണെന്ന് കൂടെയുള്ള പെണ്ണ് എന്നോട് ചോദിച്ചു. CI വിനോദാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഇത്തിരി പേടിയോടെ മാറി നിന്നു. തുടർന്ന് ഞങ്ങൾ തിണ്ണയിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ CI വിനോദ് സാർ എന്നോട് അകത്തേക്ക് വരണം, രഹസ്യമായി എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞ് എന്നെയും വിളിച്ച് നേരെ അകത്തെ മുറിയിലേക്ക് കതക് കുറ്റിയിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ഭയന്നുപോയി. കതക് കുറ്റിയിട്ടു. അയാൾ ബലമായി എന്നെ പിടിച്ചു. എനിക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. കുറച്ചു സമയം കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും പുറത്തേക്കിറങ്ങി. എൻ്റെ മുഖം മാറിയിരുന്നു. കൂടെയുണ്ടായിരുന്ന സ്ത്രീ
അയാൾ എന്താണ് നിന്നെ ചെയ്തത് എന്നോട് ചോദിച്ചു. എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ 2 കുട്ടികളുടെ ഉമ്മയാണെന്ന് അവർ പറഞ്ഞു. ഈ കേസ് സംബന്ധിച്ച നിയമ നടപടികൾ ഒന്നും മുന്നോട്ട് പോയില്ല. വീണ്ടും പരാതി എഴുതി ഡിവൈഎസ്പി വി ബെന്നിയുടെ അടുക്കലെത്തി. ഡിവൈഎസ്പി ബെന്നി പരാതി മുഴുവൻ കേട്ടു. അത് തേഞ്ഞു പോകില്ലല്ലോ എന്നാണ് അയാൾ എന്നോട് മറുപടി പറഞ്ഞത്. അത് തേഞ്ഞു പോകില്ലല്ലോ, അത് അവിടെ തന്നെ കാണുമല്ലോ. ഇതാണ് ഒരു ഡിവൈഎസ്പി CAയെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ, പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരിയായ സ്ത്രീയോട് പറഞ്ഞ വാക്കുകൾ. കേരളം ഏറെ ഞെട്ടലോടെയാണ് ഇതൊക്കെ ഇന്ന് കേൾക്കുന്നത്. ഇവരുടെയൊക്കെ മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മികതയാണ് ഇനി ആ കസേരയിൽ അള്ളിപ്പിടിച്ച് തുടരാൻ? അങ്ങയുടെ കീഴിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുമുള്ള കഥകളാണ് ഇപ്പോൾ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ നിരത്തുന്നത്. കുറേ നാൾ ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്ന് ഒരനക്കവുമില്ല. ഒരു ദിവസം ഡിവൈഎസ്പി സാധാരണ ഡ്രസ്സിൽ വീട്ടിലേക്ക് കടന്നു വന്നു. നിന്റെ കാര്യം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇരുന്ന് ജ്യൂസ് കുടിച്ചു. എന്നെ പിടിച്ചു വലിച്ചു. പക്ഷെ ഞാൻ വഴങ്ങിക്കൊടുത്തില്ല. എന്നെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചതിന് ശേഷം അയാൾ മടങ്ങിപ്പോയി. 2-3 മാസത്തേക്ക് പിന്നീട് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നും ഒരനക്കവുമില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ പരാതി നൽകാനായി SP സുജിത് ദാസ് സാറിൻ്റെ അടുക്കലെത്തി. എൻ്റെ റൂമിലേക്ക് വരൂ, അവിടെ വെച്ച് സംസാരിക്കാമെന്ന് SP. അവിടെ വെച്ച് ഞാൻ പീഡിപ്പിക്കപ്പെട്ടു. എൻ്റെ വീട് ശരിയായില്ല. വിനോദ് ചെയ്തതിനും നടപടി ഉണ്ടായില്ല. 3 പേരും ചേർന്ന് എന്നെ മുതലാക്കി. എനിക്ക് നീതി ലഭിച്ചില്ല. ഒരു ദിവസം SP വിളിച്ച് സംസാരിച്ചു. അക്കൗണ്ട് വിവരം ചോദിച്ചു. ഇഷ്ടമുള്ള അത്രയും പൈസ എടുത്തോളൂ, നിന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറേ പൈസ ഇട്ട് തരാം, ബാക്കി എനിക്ക് തിരികെ തന്നാൽ മതിയെന്നായി അയാൾ. ഞാൻ അയാളെ കാണാൻ വീട്ടിലെത്തിയപ്പോൾ സിറ്റ് ഔട്ടിലിട്ട് എൻ്റെ ചെരുപ്പ് അയാൾ അകത്തു കൊണ്ടുവന്നു. 1:30 മണി മുതൽ 4:30 മണി വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു. അയാൾ മദ്യലഹരിയിലായിരുന്നു. എന്നെയും കുടിക്കാൻ നിർബന്ധിച്ചു. പെണ്ണുങ്ങൾക്കുള്ള ബിയർ ആണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ കുടിച്ചില്ല. പുറത്തു പറഞ്ഞാൽ പുറലോകം കാണില്ല എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അയാൾക്കൊപ്പം അവിടെ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. എന്നോട് അയാൾക്ക് കൂടി വഴങ്ങിക്കൊടുക്കാൻ SP നിർബന്ധിച്ചു. ഇനി ഇത് ചെന്ന് നീ മറ്റെവിടെയെങ്കിലും പരാതി പറഞ്ഞാൽ പുറംലോകം കാണില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ്റെ അങ്കിളാണ് എന്നാണ് SP സുജിത് ദാസ് ഈ വീട്ടമ്മയോട് പറഞ്ഞത്. മറ്റുദ്യോഗസ്ഥരൊക്കെ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ, ഞാനൊന്നും പറയില്ല എന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു അയാളുടെ മുന്നിൽ വെച്ച്. കുറച്ച് ദിവസം നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നീട് എല്ലാം അങ്ങ് സഹിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് അൻവറിൻ്റെ വെളിപ്പെടുത്തലും SP സുജിത് ദാസിൻ്റെ സസ്പെൻഷനുമൊക്കെ. അയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ എനിക്കെന്തോ മനസ്സിന് ധൈര്യം കിട്ടി അയാൾക്കെതിരെ ഈ പരാതി ഉന്നയിക്കാൻ. SP-യെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ കേട്ടപ്പോൾ ഈ പരാതി കൂടി അധികാരികളുടെ മുന്നിലെത്തിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് MLA കാണണം, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ഒരു സ്ത്രീയെയും ഇവരെ പോലെയുള്ളവർ ഉപദ്രവിക്കരുത്. ഞങ്ങൾ പാവങ്ങളും അവർ വലിയ പിടിപാടുള്ളവരുമല്ലേ. അതുകൊണ്ടാണ് എൻ്റെ കാര്യം തള്ളിക്കളഞ്ഞത്. അന്ന് പരാതിക്കാരിയുടെ വീട്ടിൽ അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീ ചാനലുകളോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. പോലീസിലെ ഉന്നതർക്കെതിരായ പീഡന പരാതിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് ആ സ്ത്രീ നടത്തിയിരിക്കുന്നത്. ഗതികേട് ചൂഷണം ചെയ്ത് മുതലെടുക്കുകയായിരുന്നു പൊന്നാനി CI എന്ന് ആ സ്ത്രീ മാധ്യമങ്ങളോട് പറഞ്ഞു. താനും ഒരു സ്ത്രീയാണ്. ഒരു പെണ്ണിനും ഇനി ഇത്തരം ഗതികേടുകൾ ഉണ്ടാവരുത്. കണ്ടത് എവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. അത്രയും മോശമായ ആളുകളാണവർ. ഇത്രയും മോശമായി തെറ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. നേരത്തെ ബഹുമാനവും പോലീസുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോട്. ഇപ്പോൾ എല്ലാം പോയി. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ എന്ന ചിന്ത വല്ലാതെ മനസ്സിൽ. CI വിനോദ് അന്ന് ആ യുവതിയുടെ വീട്ടിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്ന സ്ത്രീയാണ് ഇപ്പോൾ കാര്യങ്ങൾ പച്ചയ്ക്ക് വെളിപ്പെടുത്തുന്നത്. സംഭവ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനും താത്തയും തിണ്ണയിൽ കിടക്കുന്നു. കുട്ടികൾ കളിക്കുന്നു. വാതിലിൽ മുട്ടുന്നത് കേട്ട് ഞാനാണ് പോയി തുറന്നത്. ആരാണെന്ന് ചോദിച്ചപ്പോൾ CI വിനോദ് സാറാണെന്ന് താത്ത പറഞ്ഞു. കുറേ നേരം സംസാരിച്ചു. അയാൾ താത്തയും കൂട്ടി മുറിയിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ കിടന്നു. കുറെ കഴിഞ്ഞപ്പോൾ 2 ആളും തിരിച്ചു വന്നു. താത്തയുടെ മുഖത്ത് എന്തോ വ്യത്യാസം. അതുകൊണ്ട് കാര്യമെന്താണ് എന്ന് താത്തയോട് ചോദിച്ചു. ഈ സംഭവത്തിന് ശേഷം താത്ത വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. പിന്നീട് DYSP ബെന്നിയും ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് താത്ത എന്നോട് പറഞ്ഞു. ഇനി ഒരു പെണ്ണിനും ഇത്തരം ഗതികേടുകൾ ഉണ്ടാവരുത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അതെവിടെയും പറയും. കണ്ടതെവിടെയും പറയാൻ ഞാൻ തയ്യാറാണ്. അയാൾ അത്രയ്ക്കും മോശമായ ആളാണ്. ഇത്രയും മോശമായി തെറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പരാതി നൽകാനെത്തിയ ഒരു യുവതിയെ 3 പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി പീഡിപ്പിക്കുന്നു. ബലാത്സംഗം മാത്രമല്ല, ബലാത്സംഗത്തിനായി യുവതിയെ കൈമാറുന്നു.
കേരളം നടുക്കുന്ന അറയ്ക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുജിത് ദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ക്രിമിനൽ മുഖമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ PV അൻവർ വലിച്ചു കീറിയത്. പറയുന്നത് അൻവർ ആയതുകൊണ്ട് നമുക്ക് ചില സംശയങ്ങൾ മുന്നിൽ. പ്രത്യേകിച്ച് മലപ്പുറം SP ആയിരുന്ന കാലഘട്ടത്തിൽ അൻവറിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒത്തു നിൽക്കാത്ത SP എന്ന തലത്തിലായിരിക്കും ഇത്രയേറെ രൂക്ഷ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് കേരളത്തിനൊരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യുവതികൾ അടക്കം SP സുജിത് ദാസിനെതിരെ രൂക്ഷമായ പരാതികൾ ഉന്നയിക്കുമ്പോൾ കേരളം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. ഇതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഭരിക്കുന്നവരുടെ അധോലോകബന്ധം തന്നെയാണ് താഴേക്കിടയിൽ നീതി നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരിലേക്കും ഇപ്പോൾ പ്രസരിച്ചിരിക്കുന്നത്. നടുക്കത്തോടെയാണ് സുജിത് ദാസിനെതിരെയുള്ള ഈ പീഡന ആരോപണം ഇപ്പോൾ കേൾക്കുന്നത്. അതിലപ്പുറം 3 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഒരു സംഭവമായി ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. അതിലപ്പുറം നിരവധി സ്ഥലങ്ങളിൽ ഇത്തരം കൊടിയ ക്രൂരതകൾ ദിനംപ്രതി എന്നോണം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കെതിരെ പരാതി കേൾക്കാൻ, പരാതി പറയാൻ നമുക്കൊരിടമില്ല എന്നതാണ് കേരളത്തിൻ്റെ ഗതികേട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.